ഹായ് ഗൈസ്, സോ ഇന്ന് ഡേ 2 ആണ്. സൺഡേ ഇവിടെ ഹോളിഡേ ആണ്. സോ വീക്കെൻഡ് സച്ചുദേ അവളുടെ ഗ്രാൻഡ് എൻട്രി പ്രിപ്പയർ. പിന്നിലൊന്നും നോക്കണ്ട ഗൈസ്, പിന്നിലൊന്നും നോക്കണ്ട. സോ ഇപ്പൊ വൈകുന്നേരമായി. നമ്മള് ലാസ്റ്റ് വെക്കേഷൻ സൺഡേ ഇൻ ദുബായ്. അടുത്ത വട്ടം ഈ സമയം നമ്മൾ ആക്ച്വലി നാട്ടിലുണ്ടാവും അല്ലമ്മ? നാട്ടിൽ വൈബ്സ് ആയിട്ട് നാട്ടിലത്തെ വ്ളോഗ്സ് ഒക്കെ ഇടുമായിരിക്കും. സോ അതൊക്കെ കാണണം. ഡു സബ്സ്ക്രൈബ്. പിന്നെ ഒരു ഇമ്പോർട്ടന്റ് അമേസിംഗ് ന്യൂസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആക്ച്വലി 400 സബ്സ്ക്രൈബേഴ്സ് എത്തി. സോ താങ്ക് യു സോ മച്ച്. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഐ മീൻ താങ്ക് യു സോ മച്ച്. ഇറ്റ് മീൻസ് എ ലോട്ട്. കാരണം എനിക്കറിയാം ഞാൻ ചെയ്യുന്ന അത്ര പെർഫെക്റ്റ് ഒന്നും അല്ല. കുട്ടി കുട്ടി വ്ളോഗ്സ് ആണ്. ദർ ആർ ലോട്ട് ടു ഇംപ്രൂവ്. ബട്ട് താങ്ക് യു സോ മച്ച്. സോ ഇന്ന് നമ്മൾ എങ്ങോട്ടാ പോണേന്ന് അറിയില്ല. അച്ഛൻ വരുന്നേ ഉള്ളൂ. സോ അച്ഛൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ പ്ലാനുകളൊക്കെ ഓൺ ആയിരിക്കും. സോ ലെറ്റ്സ് സീ എങ്ങോട്ടാണ് പോണേന്ന്. ഓക്കെ, സോ അതുവരേക്കും ബൈ. സ്നാപ്ചാറ്റ് കണ്ടതിന്റെ ആവേശം. സ്നാപ്ചാറ്റ് കണ്ടതിന്റെ ആവേശമാണിത്, വേറെ ഒന്നല്ല. ഹലോ അച്ഛൻ. ഹലോ ഹലോ. നമ്മളിന്ന് പുതിയ കാറിലാണോ അച്ഛാ? ഇല്ല, നമ്പറില്ല. ഹലോ ഗായ്സ്. സോ നമ്മളിതാ അവിടെ കാറിലിരിക്കുന്നുണ്ട്. അച്ഛൻ എന്താണ് പറയാന്നുള്ളത്? അച്ഛൻ പുതിയ കാറ് വാങ്ങിച്ചിട്ടോ എല്ലാവരുടെ ശ്രദ്ധയ്ക്ക്. അച്ഛാ നമ്മൾ വാങ്ങിച്ച കാറിനെ കുറിച്ചൊന്നും പറയാലോ? ഭയങ്കര വലിയ ഓഫറിൽ കിട്ടിയതല്ലോ ലുലുവില് ഫ്ലഡ് കഴിഞ്ഞപ്പോ ഓഫർ ഉണ്ടായിരുന്നു. അപ്പൊ കിട്ടിയതല്ലേ. വിഭിചേട്ടനും ഇതുപോലൊരു ഓഫർ ഉണ്ടാവും ലുലുല്. പോയി വാങ്ങിച്ചോളാം. ഞങ്ങളിപ്പോ അതിനെ പോണ ആക്ച്വലി ലുലുവില് കാർ വിൽക്കാൻ കിട്ടിയത് കേട്ടു. നല്ല കാറല്ല. ഈ കാറിനെ കുറിച്ച് നമുക്ക് റിവ്യൂ ചെയ്യാം. ആക്ച്വലി ഇത് നിസാൻ പെട്രോൾ ടൈറ്റേനിയം ആണ്. ഏതാ മോഡൽ എന്നൊന്നും എനിക്കറിയില്ല. നമ്പർ 2024. ഓക്കെ. സോ ദിവ ചേച്ചി സീറ്റിനെ കുറിച്ചൊക്കെ എന്താ പറയാ? ഭയങ്കര നമുക്ക് ടി വി ഒക്കെ ഉണ്ട്. ഇതാക്കണ്ടോ, ടി വി ഒക്കെ കാണാൻ, ഗെയിം കളിക്കാം, പാട്ടൊക്കെ കേൾക്കാൻ ഹെഡ്ഫോൺസ് ഉണ്ട്. മൊത്തത്തിൽ എനിക്കൊക്കെ ഇരിക്കുമ്പോൾ നല്ലൊരു റോയൽ ഫീൽ ഉണ്ട്. അമ്മയ്ക്ക് എന്താ തോന്നുന്നത്? അമ്മ ഈ കാറിൽ ആരെ കയറ്റി അച്ഛാ ബിസിനസ് വെയിൽ ഇറക്കും. മെട്രോ പിടിച്ച് വരട്ടെ അമ്മ. എന്ത് പറഞ്ഞാലും അമ്മയ്ക്ക് ഉണ്ടാവും. എനിക്കറിയില്ല ഗൈസ്. എന്റെ അമ്മയ്ക്ക് അങ്ങനെ എന്തെങ്കിലും ഒക്കെ പറയും. ആ സ്പീക്കറാ നീ മടല്ല എന്ത് കുഴി തോണ്ടി കളിക്കുക. ഇത് നിങ്ങളുടെ തൃശ്ശൂർ തിരുവല്ല. ഇവിടെ നിന്ന് നിർത്താൻ പറ്റില്ല. സച്ചുൻ എന്താ പറയല്ലേ? പിന്നിലൊക്കെ എങ്ങനെയാ? സുഖാണോ? കഴിച്ച് ഇവിടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇവിടെയൊക്കെ വെന്റ് ഉണ്ട് കേട്ടോ. സോ എ സി മുമ്പിൽ സച്ചു അത് കേറാനുള്ളതല്ല. സച്ചുനൊന്നുമില്ല, സൺറൂഫ് ഓപ്പൺ ചെയ്യണം എന്നാണ്. പക്ഷെ ഇപ്പൊ അത്ര നല്ല ക്ലൈമറ്റ് അല്ല. ഡിസംബർ വെക്കേഷന് പോയോ അപ്പൊ അച്ഛൻ കൊണ്ടുപോകും സൺറൂഫ് ഒക്കെ ഓപ്പൺ ചെയ്ത്. അല്ല അച്ഛൻ യെസ് എന്നാണ് അച്ഛൻ പറഞ്ഞത് കേട്ടോ. അച്ഛൻ യെസ് പോലും പറഞ്ഞിട്ടില്ല. അല്ല തലയോടെ ആട്ടി. അച്ഛൻ അടച്ചു, അച്ഛൻ തുറന്നു, അച്ഛൻ അടച്ചു. നല്ല എക്സ്പീരിയൻസ് ആണ്. വിഭിചേട്ടൻ മുമ്പിലത്തെ വ്യൂ ഒക്കെ എങ്ങനെയാ പറയൂ പെട്ടെന്ന് ആയിക്കോട്ടെ. എങ്ങനെയാ? നല്ല റോയൽ അങ്ങനെയൊന്നല്ല, സ്മൂത്തും അതുപോലെ തന്നെ ലോങ് ഡ്രൈവ്സിനൊക്കെ പറ്റിയ. അതെ, കുഴിയിലേക്ക് മുമ്പ് കുഴിയില്ലാത്ത പോലെ തോന്നിക്കും. അതെന്ത് ചോദ്യാ? എന്റെ അനിയത്തി ഇഗ്നോർ ചെയ്യണം, മോൾക്ക് അധികം വിവരമില്ലാത്തത്. ഓക്കെ, പിന്നെന്താ പറയാനുള്ളത്? നമുക്ക് ഒരു ഫുൾ ഓവർവ്യൂ കിട്ടുന്നുണ്ട് അല്ലെ മോളത്തെ. അമ്മേ അവളൊന്നും ഉണ്ടാതിരിക്കാൻ പറ. അതല്ലേ ഗൈസ്, ഇതാണ് അവസ്ഥ. സെൻസർ വരെ ചെയ്യുന്നുണ്ട്. ഒരു 222 ശബ്ദം കേട്ട് കഴിഞ്ഞാൽ ലൈൻ തെറ്റി വരുന്നവരെ നമുക്ക് അറിയാൻ പറ്റും. ഓ നമ്മള് ലൈൻ തെറ്റിയ, സോറി കണ്ട നമ്മള് ലൈൻ തെറ്റിയ. അപ്പൊ അത്രയും സേഫ്റ്റി ഫീച്ചേഴ്സ് ഉള്ള ഒരു വണ്ടിയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. സച്ചു ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആർ ബാഗ് എന്തായാലും ഉണ്ടാവില്ലേ? അതായത് നീ ഒരു ബാഗ് എടുത്തിട്ടില്ലേ? അല്ല പറയാൻ പറ്റില്ല. ചില നല്ല റിച്ച് ഫീച്ചേഴ്സ് നോ സേഫ്റ്റി പറയുന്ന പോലെയാണ്.
ഗൈസ് ഞാൻ ഈ വ്ളോഗ് ഇവിടെ നിന്ന് കൊണ്ട് നിർത്താം, അല്ലെങ്കിൽ ഇനി വരുന്ന കാര്യങ്ങളൊന്നും എനിക്ക് വ്ളോഗിൽ ഇടാൻ പറ്റാത്തതായിരിക്കും. സോ നമുക്ക് ഇനി എത്തിയിട്ട് പറയാം. ഹലോ ഗൈസ്, സോ നമ്മളിതാ ദുബായ് ഹിൽസ് മോളിലാണ് എത്തിക്കുന്നത്. ആക്ച്വലി ഇതൊരു പുതിയ മോളാണ്, ദുബായ് ഹിൽസ് മോൾ. ഏകദേശം ജബലാലിയുടെ അടുത്തല്ല നമുക്ക്, എനിക്ക് കറക്റ്റ് അറിയില്ല. ആ റൂട്ടിൽ പോകുമ്പോഴാണ് ഈ ഒരു മോളെന്ന് എനിക്കറിയാം. സോ അവിടെയാണ് നമ്മൾ വന്നത്. ഇത് പുതിയതായിട്ട് വന്നതാണ്, അധികം മെട്രോ ആക്സസ് ഇല്ലാത്ത ഒരു സ്ഥലമാണ്. ബട്ട് ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ മോൾ. ലൈക്ക് ചെക്ക് ഇറ്റ് ഔട്ട് ഗൈസ്. ഇങ്ങനെ രസമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഒരു കുട്ടി ദുബായ് മോളിന്റെ ഫീലൊക്കെ എനിക്ക് തരുന്നു. ഗൈസ് നോക്കൂ, ഇവിടെ നല്ല ബലൂൺ അല്ലാതെ നോ സച്ചിനോ, ലൈക്ക് എന്ത് രസാലേ. ഓ ആ അറ്റത്ത് നോക്കൂല്ലോ മമ്മ. ഇവിടെ ലൈറ്റ് ആർക്കിടെക്ചർ ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇറ്റ്സ് വെരി നൈസ്. Maybe it's not a balloon. അവിടെ വെർജിൻ സ്റ്റോർ ഉണ്ട്. വെർജിൻ സ്റ്റോർ അടിപൊളി കേട്ടോ, നല്ല ആക്സസറീസും കുറേ നല്ല ഫങ്കി ആക്സസറീസ് കിട്ടുന്നൊരു സ്ഥലമാണ് വെർജിൻ സ്റ്റോർ. ഞാൻ അങ്ങനെ പോയിട്ടില്ല, പക്ഷെ ഐവ് സീൻ പീപ്പിൾ ബൈയിങ് ഇറ്റ്. എൻ്റെ ചേട്ടൻ വെർജിൻ സ്റ്റോറിൽ നിന്നാണ് ആക്സസറീസ് ലൈക്ക് ടെക് പരമായിട്ടും ഗെയിമിംഗ് പരമായിട്ടും ആക്സസറീസ് ഒക്കെ വാങ്ങിക്കുന്നത്. ഇവിടെ നിന്ന് ചേട്ടൻ ഇവിടെ നിന്നാണ് പ്ലേ സ്റ്റോറൊക്കെ വാങ്ങിച്ചിട്ടുള്ളത്. ചേട്ടൻ ഭയങ്കരമായിട്ട് പ്ലേ സ്റ്റോറൊക്കെ കളിക്കുന്ന ഒരാളാണ്. ചേട്ടൻ പോകുന്നുണ്ട്, ഞാൻ പറഞ്ഞില്ലേ ചേട്ടന് ഗെയിംസ് എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടം. പെർഫ്യൂം കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഇഷ്ടം തോന്നുന്നു ഗെയിംസാണ്. സീസണല്ല, മാറിക്കൊണ്ടിരിക്കും. ഇപ്പം ഇത്തിരി കുറഞ്ഞു. പണ്ട് ഗെയിം കളിച്ച് നിൽക്കുന്നൊരു വ്യക്തിയാണ്. ഗൈസ് നമ്മൾ ബാത്ത് ആൻഡ് ബോഡി വർക്ക്സിലെത്തിയിട്ടുണ്ട്. അവിടെ ഇപ്പോഴും സെയിൽ ഉണ്ടാവും, നോക്കട്ടെ എന്താ അവസ്ഥ. 30 ഓക്കെ, പ്രൈസ് ഡ്രോപ്പ് ഉണ്ട് ബാത്ത് ആൻഡ് ബോഡി വർക്ക്സിൽ. കണ്ടില്ലേ ഗൈസ്, ബാത്ത് ആൻഡ് ബോഡി വർക്ക്സിൻ്റെ ഐറ്റംസ് ആണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. ഇറ്റ്സ് വെരി നൈസ്, ഭയങ്കര രസമാണ്. അതാണ് എൻ്റെ ഒരു പ്രത്യേകത. കണ്ടോ, പണ്ട് സച്ചു ഇങ്ങനത്തെ ആരെങ്കിലുമൊക്കെ കണ്ടു കഴിഞ്ഞാൽ കരയും. സച്ചുവിന് പേടിയാ, ഭയങ്കര പേടിയാ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ. സച്ചുവിന് പണ്ട് കരഞ്ഞ് നിലവിളിച്ച് ഒരു പരിവാക്കും, അമ്മാതിരി അവസ്ഥയാണ്. നല്ല ക്യൂട്ടായിട്ടില്ലേ, കണ്ടില്ലേ? എൻ്റെ ലോല ഹൃദയനായ ചേട്ടൻ നോക്കി നിൽക്കുന്നു. എൻ്റെ ചേട്ടനും ഇതുപോലത്തെ ബണ്ണീസിനൊക്കെ ഭയങ്കര ഇഷ്ടം അല്ലേ? അയ്യോ നോക്കണോക്ക അമ്മ. അമ്മ പോലെ ഉണ്ട് അല്ലേ? അമ്മ നോക്കണേ ഇല്ല. അയ്യോ, ഇങ്ങനെയാണോ ആ ബണ്ണി നോക്കണേ? ആ ബണ്ണി നോക്കണ പോലെ നോക്കൂ. അയ്യോ, എന്നെ ഞാനാ ദിവ്യ ചേച്ചി ഒരു ഫണ്ണി ആയിപ്പ്. ഇതേതാ കഴിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുന്നുണ്ട് കേട്ടോ. അറിയണ്ട, വിളിക്കും അവരെന്തിലൊക്കെ അറിയുക, എന്തിലൊക്കെ അറിയും. പിടിക്കണോ ഗൈസ്, മൊമോസ സ്പോട്ട് ഇനി അങ്ങോട്ട് പോയില്ല നമ്മൾ. ഇല്ല, അതന്നെ ഒരു കാര്യമില്ല. എല്ലാ ദുബായിലത്തെ സ്റ്റോറിലും കേറി നരങ്ങിയിട്ടുണ്ട് സച്ചു. ഇല്ലാട്ടാ അമ്മ സമ്മതിച്ചു, ഇതിന് എടുത്തെറിയും ഞാൻ ഇവിടുന്ന്. അയ്യോ, അതിനവള് ലാഭം കണ്ടുപിടിച്ചെന്ന്. അതെ, ബുക്സ് വായിക്കാം. അതും പ്രശ്നാട്ടാ, അതും പ്രശ്ന. എന്തെങ്കിലും വരുമോ? ഇതാരാ നോക്കൂ, ലെഗോമാൻ. എന്ത് രസാലേ, ശ്രദ്ധിച്ചു നോക്കിയ കഴിഞ്ഞാൽ ഓരോ ലെഗോസ് വെച്ച് ഉണ്ടാക്കിയൊക്കെയാ. ഇത് വീണ് കഴിഞ്ഞാൽ എന്നെ ഇവിടുന്ന് പൊക്കും, അതുകൊണ്ട് ഞാൻ നീങ്ങാൻ പോവാ ഗൈസ്. കണ്ടോണ്ടിരിക്കുന്ന ഹാർട്സ് ഫോർ ഹാർട്സ്, പല രാജ്യത്തെ പല പെൺപിള്ളേർ. ഇവിടുത്തെ സുന്ദരി ഇന്ത്യ, ഏറ്റവും സുന്ദരി ഇന്ത്യ. പക്ഷെ എനിക്ക് പേര് ഇഷ്ടമല്ല. നഹജി അല്ല, ദിവ്യാന്നോ സഞ്ജനാന്നോ മിനിന്നോ അങ്ങനെയൊക്കെ ഇടണ്ടേ അല്ലമ്മ? ഷോല അഫ്ഗാനിസ്ഥാൻ, ഷോല ഫ്രം അഫ്ഗാനിസ്ഥാൻ, രാഹേൽ ഇത്തിയോപ്യ, ടിപ്പി ഫ്രം ലാവോസ്, ഡെൽ ഫ്രം USA. പിന്നെണ്ടത് ടിപ്പി, അത് സെയിം ആൾക്കാരാണ് ഗൈസ്. ഇത്ര രാജ്യങ്ങൾ അവർ ഇറക്കിയിട്ടുള്ളൂ, ബാക്കിയുള്ള രാജ്യങ്ങൾ അറിയും. കേരളയിൽ നിന്ന് ദിവ്യ ഫ്രം കേരള, മിനി ഫ്രം കേരള. ഒരുത്തിണ്ടായിരുന്നില്ല, അത് അവിടെ പോയി. ഇത്യോപ്യനെ കാണാനില്ല ഗൈസ്. എനിക്കുണ്ടല്ലോ, ഐ ഹാവ് ടു സേ, ഇതിന്റെ ആർക്കിടെക്ചർ ഭയങ്കര ഇഷ്ടമായി. ഇറ്റ്സ് ലൈക്ക് വെരി തോട്ട് ഔട്ട് ആൻഡ് വെരി നൈസ്, റൈറ്റ്? പഴത്തിന്റെ തൊലിന്ന് ഞാനിവിടെ ആർക്കിടെക്ചർ നൈസാന്നൊക്കെ പറഞ്ഞപ്പോ അവളിവിടെ പഴത്തിന്റെ തൊലി.
നോക്ക് ആ സാധനം എന്താ പഴത്തിൽ തോന്നി നോക്ക് അല്ല ദിസ് ഇസ് എ ലില്ലിപ്പൂവ്. പൂവൊന്നുമില്ല ഞാൻ എന്ത് പഴത്തിന് ഞാൻ പറയട്ടെ, ഇനി ഞാൻ പറയണെന്ന് കേട്ടോക്ക്. ഇത് ലില്ലിപ്പൂവായി നമ്മുടെ അല്ല ലില്ലിപ്പൂവല്ല നമ്മുടെ ചെമ്പരത്തി പൂവ് തലകീഴ വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും, അതാണിത്. അതെ, അതൊക്കെ എന്റെ ആർട്ടിസ്റ്റിക് ബ്രദറും ഞാനും, അതൊക്കെ ഞാനും ഞാനൊരു അല്ലല്ല ഞാൻ പറഞ്ഞ അല്ല രണ്ടുപേരും പറയുന്നത് നല്ല രസമാണ്. കണ്ടില്ലേ വണ്ട് വരുന്നുണ്ട്. ഞാനൊരു പൂവിൻ മുമ്പ് ഇത് പഴത്തിന്റെ തൊലി. ഇവിടെ ഞാനും റിലേറ്റഡ് അല്ല ഗൈസ്, എനിക്കറിയില്ല അവളെ. നമ്മളൊരു ചെറിയ ഐസ്ക്രീം ബ്രേക്ക് എടുത്തു ബിക്കോസ് വി ആർ നെവർ ഓൾഡ് ഫോർ ഐസ്ക്രീം. ഇത് മാക്ഡൊണാൾഡ്സിന്റെ ഐസ്ക്രീം, ഇത് ബാസ്കിൻ റോബിൻസിന്റെ ഐസ്ക്രീം. ഞാൻ മോക്ക, ഡബിൾ മോക്ക, പക്ക കോഫി ബ്രോ, സീരിയസ്ലി വെരി നൈസ്, സൂപ്പർ. ഇത് നമ്മുടെ ക്ലാസിക് ഓൾഡ് വാനില. പകുതി കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് ഓർമ്മ വന്നൊരു ബ്ലോഗ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അതിൽ ആഡ് ചെയ്യണമെന്ന്. സച്ചിന്റെ അടുത്ത് മക്ഫ്ലൂറി എന്താ ഇത് സങ്കടപ്പെട്ടു അല്ല 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 ബട്ടർ മിൽക്ക് സ്ട്രോബെറി ബട്ടർ മിൽക്ക് സ്ട്രോബെറി ആണ്. നീ എന്നെക്കാട്ട് മുമ്പ് ഇത് എന്റെ ആയിരുന്നു ആദ്യം, ഓർമ്മ ഉണ്ടോ? നീ മിണ്ടോ നോക്ക് അവളുടെ സാമർത്ഥ്യം. എന്നിവള് ജനിച്ചോ അന്ന് എന്റെ സ്ഥാനം പോയതാണ് ഗൈസ്. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്കത് കിട്ടിയിട്ടില്ല. എന്താ അവിടെ ഡാൻസ് ആസ് യൂഷ്വൽ. എനിക്കൊന്നും പറയാലോ, അത് ആർക്കിടെക്ചർ ഇസ് ജസ്റ്റ് സിംപ്ലി വാവ്. കണ്ടില്ലേ കുഞ്ഞു കുഞ്ഞു ബട്ടർഫ്ലൈസ് ഒക്കെയാണ് ഇവിടെ ഉള്ളത്. ആൻഡ് ലുക്ക് അറ്റ് ദിസ്. അച്ഛൻ്റെ അവിടെ സാറ മോഡലായിട്ട് നിൽക്കുന്നുണ്ട്. അച്ഛൻ പോസ്റ്റ് ലൈക്ക് സാറ മോഡലായിട്ട് പോസ് ചെയ്യും. അതെ, ഇതാണ് സച്ച് ചെയ്തതാണ് സാറ മോഡൽ പോസ്. ദിവ്യ ചേച്ചി സാറ മോഡലായിട്ട് പോസ് ചെയ്യും. സാറ മോഡലായിട്ട് എടുക്കാം. അമ്മ സാറ മോഡലാവോ? അത് നമ്മളെ വിട്ടിരുന്നു. സോ ഗൈസ്, നമ്മളുടെ ഹിൽസ് മോൾ ഏകദേശം തീർന്നു. എല്ലാം കവർ ചെയ്തിട്ടുണ്ട് ഏരിയ. സോ നൈസ് ഗൈസ്. സോ നമ്മുടെ ഹിൽസ് മോൾ ഷോപ്പിംഗ് കഴിഞ്ഞു. ആസ് യൂഷ്വൽ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ആർക്കിടെക്ചർ, അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായത്. ഒരു മിനി ദുബായ് മോളിൽ പോയ ഒരു എക്സ്പീരിയൻസ് സത്യം പറഞ്ഞാൽ. ഇറ്റ്സ് ലൈക്ക് അതെ സത്യം വാക്ക് ചെയ്യാൻ പറ്റുന്ന മിനി ദുബായ് മോൾ. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയത്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഗൈസ്? സെയിം. മദർ, എനിത്തിങ് ടു ആഡ്? നോ താങ്ക് യു. ഇനി നമ്മളൊരു ദുഃഖം. സച്ചു പ്ലീസ്. സോ ഇനി നമുക്കൊരു ദുഃഖകരമായ ഒരു ചടങ്ങാണുള്ളത്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫേവറേറ്റ് ആയ 2 പീപ്പിളിനോട് ബൈ ബൈ പറയണം. ഫോർ നൗ. പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ നാട്ടിലേക്കൊക്കെ വരും, പക്ഷെ ഞാൻ ഉണ്ടാവില്ല അപ്പൊ. കാരണം ഞാൻ ജോലിക്കാരിയായി ഗൈസ്. സോ അപ്പൊ നമ്മൾ ഇവരെ ഷാർജയിൽ ഡ്രോപ്പ് ചെയ്യാൻ പോകുന്ന സീൻസ് ആണ് നിങ്ങൾ കാണുന്നത്. അപ്പൊ നമ്മൾ ദുബായിന്ന് ദിവ്യ ചേച്ചി പറഞ്ഞ പോലെ നടന്നല്ല, നമ്മൾ കാറിൽ പോകണം ദുബായിലേക്ക്. ഓക്കെ, ഷാർജയ്ക്ക്, ദുബായിൽ നിന്ന് ഷാർജയ്ക്ക്. സോ നമുക്കിനി ആ സീൻസ് കാണാം. ഗൈസ്, അപ്പൊ നമ്മള് ഷാർജ എത്തി. സോ വി ആർ ഗോയിങ്. കഴിയും. ഗൈസ്, കഴിഞ്ഞ വെക്കേഷൻ കഴിഞ്ഞു. ഒഫീഷ്യലി ദി എൻഡ്. നീ ഒരു നാട്ടിൽ വരുമ്പോഴേ കാണുള്ളൂ. ചേട്ടാ